ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈസാൻമി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാട്ടിലെത്തിയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ബനാന കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വാഴത്തോട്ടത്തിൽ നിന്ന് വാഴൻ്റെലൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ നേന്ത്രപ്പഴം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാനിതാ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴം നമുക്ക് നടുകെ കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ തൊലിക കളഞ്ഞ് ചെറുതാക്കി പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യില്ല, അതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അത് പുഴുങ്ങിയെടുക്കാം. ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് വെള്ളം കയറൊന്നും ചെയ്യൂല. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ആവി കയറി നമുക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 ആക്കിയിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കണം. ഒന്നിച്ച് ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ 2 ആക്കിയിട്ട് തന്നെ പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനും ഒക്കെ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണിത്. ഈ ഇഡ്ഡലി പാത്രം അലുമിനിയം പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് അതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിൻ്റെ മുകളിലേക്ക് ഞാനിത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റോടെ തന്നെ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം കയറുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ അതിൻ്റെ ബ്ലാക്കൊക്കെ മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ടാമത്തേത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേശ്ശൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ബ്ലാക്കൊക്കെ നല്ല കളയണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറേശ്ശായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. നല്ല ഉടച്ചെടുത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ആവിയിൽ വേവിച്ച ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ പൊടി ചേർത്തുന്നില്ല. അരിപ്പൊടി നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അരിപ്പൊടി ഒന്നും ചേർക്കാതെ ഇങ്ങനെ 7 Oil ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, അരിപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ്, ഒന്ന് കട്ടി കുറഞ്ഞതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. അതിങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടാം. ഒരുപാട് അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കാം. ഇത് ചേർത്തിട്ട് നല്ല കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് പണികളൊന്നുമില്ല കേട്ടോ. ഒരു ആവിയിൽ വേവിക്കുക, ഒന്നുകൂടി ഉടച്ചെടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് 7 Oil ഇട്ടിട്ട് നമുക്ക് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ നാട്ടിലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വാഴയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വാഴയില ഇട്ടിട്ട് അതിലേക്ക് അതിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ടാം, മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. താഴ്ഭാഗത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ പിന്നെ ഇടിയപ്പം ചുറ്റിയെടുക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേറെ നിങ്ങൾക്ക് ഒന്നും കൂടി കട്ടി വേണമെങ്കിൽ അരിപ്പൊടി കുറച്ചും കൂടി കൂടുതലായിട്ട് ചേർക്കുക. ഞാനൊരു കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അരിപ്പൊടി കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ചുറ്റി എടുക്കണം കേട്ടോ. ഇനി ഇത് ആവിയിലൊന്നും കൂടി വേവിച്ചെടുക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പച്ച ഇലയിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാനും തോന്നും.
ആവിൽ വേവിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് ശേഷമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മക്കൾക്ക് ഇതാ ഞാൻ കുറച്ച് പഞ്ചസാര കൂടുതലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അവർ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു 5-6 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 നേന്ത്രപ്പഴം കൊണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൽ അത്രയും ഇതിൽ വേണ്ട വെച്ചെങ്കിൽ നമുക്ക് ചെറുതാക്കിയിട്ട് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബനാന കൊണ്ട് ഞാൻ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് റെസിപ്പികളും വ്ളോഗൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.